ഞങ്ങൾ നിരാശയുടെ അങ്ങേ അറ്റത്ത് പോയി. 1-2 ലക്ഷം രൂപയല്ല ഇത് കളഞ്ഞു കളയാനായിട്ടുള്ളത്. ഈ ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് നമുക്ക് പൈസ വേണ്ട, അതാണ് ഇവർ പറയുന്നത്. ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഞാൻ ചോദിക്കണോ വേണ്ടായോ, എനിക്ക് വേണോ വേണ്ട, ഇത് എൻ്റെ കാര്യമല്ലേ. വികാരിക്ക് കൊടുക്കുന്ന പോലെ, അത് ബഗറിന് കൊടുക്കുന്ന പോലെ നമ്മൾ ഇങ്ങനെ കിടന്ന് അലച്ചലച്ച് ചെല്ലുമ്പോൾ ഇവർ ഇച്ചിരി പൈസ തരും. പൊന്താമര എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് ഉണ്ട്, MLA ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യയാണ്. നീ അവിടെ പോയി പൈസ മേടിച്ചു. സ്ട്രോക്ക് വന്ന മനുഷ്യനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് തന്നു എന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് അച്ഛനോട് പറയാം ആ സർട്ടിഫിക്കറ്റ് ഇങ്ങതാ. നമസ്കാരം. മുതിർന്ന CPM നേതാവിൻ്റെ ഭാര്യ തന്നെ തുറന്നു പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ഒരു തട്ടിപ്പാണ് അടൂർ സർവീസ് സഹകരണ ബാങ്കിലേത്. മുൻ MLAയും CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന R. ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യ പൊൻതാമരപ്പിള്ള പ്രസിഡൻ്റായുള്ള അടൂർ സർവീസ് സഹകരണ ബാങ്കിൽ 75 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന് ആരോപിച്ച് അവർ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയുണ്ടായി. പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. തൻ്റെ രാജിയിലേക്ക് നയിച്ച കാരണങ്ങൾ കൃത്യമായി പൊൻതാമരപ്പിള്ള വെളിപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ ശ്രദ്ധയിൽ 75 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്നാണ് പൊൻതാമരപ്പിള്ള വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഈ വിവരം രജിസ്ട്രാർ ഓഫീസിലും സഹകരണ വകുപ്പിലും പാർട്ടി മേൽഘടകത്തിലും അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും അവർ പറഞ്ഞിരുന്നു. തൻ്റെ പത്രസമ്മേളനത്തിൽ ഒരു നിക്ഷേപകയുടെ കാര്യം പൊൻതാമരപ്പിള്ള പറഞ്ഞിരുന്നു. ഗ്രേസി എന്ന നിക്ഷേപക, അവർ 30 ലക്ഷം രൂപയാണ് ഈ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. ഈ പണം തിരികെ എടുക്കുന്നതിനായിട്ട് അവർ ബാങ്കിനെ സമീപിച്ചപ്പോൾ വളരെ വിചിത്രമായ ചോദ്യമാണ് ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നിങ്ങൾക്ക് മക്കളില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് പണം എന്നുള്ളതാണ് ചോദ്യം. ഇതേക്കുറിച്ച് മറുനാടനോട് മനസ്സ് തുറക്കുകയാണ് ബാങ്കിലെ നിക്ഷേപകയായിട്ടുള്ള ഗ്രേസി. എവിടെ പോകണോ അത് നമുക്ക് അവിടെ ചെയ്യും. എനിക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, ഇന്ത്യൻ ബാങ്കിലുണ്ട്, ഡീസൻ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഞങ്ങൾക്ക് കുറച്ചുണ്ട്, മുത്തൂറ്റുണ്ട്, അവരൊക്കെ എന്ത് ഡീസൻ്റായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ഡീസൻസി അവിടെ നിൽക്കട്ടെ. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഈ പുള്ളിക്കാരന് ഒരു പ്ലെയിൻ പേപ്പറിൽ എഴുതി തന്നു, ഇന്ന ദിവസം വരാൻ. ഇന്ന ദിവസവും ചെന്നിട്ടില്ല. അന്നേരം അച്ചായൻ പറഞ്ഞു, സത്യം അത് നമ്മൾ നാവ് കൊണ്ട് പറയാൻ പാടില്ല, ദൈവം ജീവനെ തന്ന ജീവൻ എടുക്കുന്ന ദൈവമാണ്. ഞങ്ങൾ നിരാശയുടെ അങ്ങേ അറ്റത്ത് പോയി. 1-2 ലക്ഷം രൂപയല്ല ഇത് കളഞ്ഞു കളയാനായിട്ടുള്ളത്. ഈ സ്ട്രോക്ക് വന്ന മനുഷ്യൻ ഇവിടെ വന്നും ഈ ഓപ്പറേഷൻ കഴിഞ്ഞ എൻ്റെ ശരീരം, എൻ്റെ കൈകാലുകളുടെ മുട്ട, എനിക്ക് 62 വയസ്സാകുന്നു. ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഞാൻ ചോദിക്കണോ വേണ്ടായോ, എനിക്ക് വേണോ വേണ്ട, ഇത് എൻ്റെ കാര്യമല്ലേ. അതുകൊണ്ട് ഈ മേഡം എന്നോട് പറഞ്ഞു, ഗ്രേസി സമാധാനമായിട്ട് ഇരിക്കേ, ഞങ്ങൾ ബോർഡ് കൂടുമ്പോഴേ ഞാൻ ഈ കാര്യം പറയാം, ഞാൻ മേടിച്ചു തരാം. പിന്നെ ഒരു പെണ്ണുമായിട്ടുള്ള ഞങ്ങളുടെ ആ കാര്യം ഫീലിംഗ് എല്ലാം ഞാൻ പുള്ളിയോട് പറയും. പുള്ളി അതെല്ലാം കേൾക്കുകയും ചെയ്തിട്ട് പറഞ്ഞു പിന്നെ വരാൻ പറഞ്ഞു. ഞാൻ ഈ പൊൻതാമരപ്പിള്ളയ്ക്ക് മേഡത്തിന് ഞാൻ ഫോൺ വിളിച്ചു, പുള്ളി ഫോൺ എടുത്തില്ല. ഞാൻ എന്തോ എടുത്തു, രണ്ടും കൽപ്പിച്ച് ഇവിടെ ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങൾ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? 5-8 പേരുണ്ട്, ഇവരുണ്ട്. ഞാൻ എന്നോട് മേഡം പറഞ്ഞ് അവിടെ നിൽക്കാൻ പറഞ്ഞു. അന്നേരം എനിക്കൊരു നല്ല ചാൻസ് കിട്ടിയതാണ്. ഇവരെല്ലാം അറിയണമല്ലോ, എന്താണ് നടക്കുന്നതെന്ന് അറിയണമല്ലോ. ഞാൻ അപ്പോഴത്തേക്ക് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഞാൻ മേഡം ഞാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അവരോട് പറഞ്ഞിട്ട് അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അന്നേരം അവർക്ക് തരാനില്ല. അടുത്ത 2 മാസത്തിനുള്ളിൽ 3 ലക്ഷം കുറഞ്ഞ് എല്ലാ ആഴ്ച എല്ലാ മാസത്തിലും 3 ലക്ഷത്തിൽ കുറഞ്ഞ് നിങ്ങൾക്ക് തന്നേക്കാമെന്നുള്ള എഗ്രിമെൻറ്റിലും 3 മാസത്തിനകം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തോളാമെന്നുള്ള ആ എഗ്രിമെൻറ്റിലാണ് വന്നത്. എൻ്റെ പേപ്പർ ഇരിപ്പുണ്ട്, ഇവരെഴുതി തന്ന പേപ്പർ ഇരിപ്പുണ്ട്. ഈവൻ ദോ ആ പേപ്പറുമായിട്ട് എനിക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാമോ എനിക്ക്? പിന്നെ അവിടെ കോടതി എവിടെ വേണേലും പോകാം. എൻ്റെ വീട്ടിലും ഞങ്ങൾക്കുള്ളൊരു എല്ലാവരും ഉണ്ട്. പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലേലും ഗവൺമെൻറ് പോലും നമുക്ക് വേണ്ടി വാദിക്കും. മനസ്സിലായോ? എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പൈസ ഇത് എഴുതി തന്നു. പിന്നെ ചെല്ലുമ്പോൾ ആദ്യം സത്യം പറഞ്ഞാൽ 3 ലക്ഷം രൂപ തന്നു. പിന്നെ ചെല്ലുമ്പോൾ 50 പിന്നെ ചെന്നപ്പോൾ 1 പിന്നെ 75 ഇങ്ങനെ വികാരിക്ക് കൊടുക്കുന്ന പോലെ, അത് ബഗറിന് കൊടുക്കുന്ന പോലെ നമ്മൾ ഇങ്ങനെ കിടന്ന് അലച്ചലച്ച് ചെല്ലുമ്പോൾ ഇവർ ഇച്ചിരി പൈസ തരും. അന്നേരം അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം മേഡം എന്നോട് പറഞ്ഞു, ഗ്രേസി ഇതുപോലെ അവിശ്വാസ പ്രമേയം വന്നിട്ടുണ്ട് എൻ്റെ പേരിൽ. അന്നേരം എനിക്കിനി അറിയത്തില്ല. അന്നേരം അതിനു മുമ്പ് ഇവർ പറയുന്നുണ്ട് 24 കഴിയട്ടെ. ഞാൻ പറഞ്ഞു 24 കഴിയാൻ എന്താ, ഇന്ന് എനിക്കിന്ന് ഹോസ്പിറ്റലിൽ KM ചെറിയാൻ്റെ ഹോസ്പിറ്റലിൽ അച്ഛനെയും കൊണ്ട് പോകേണ്ടതാണ്, നിങ്ങൾ എനിക്ക് പൈസ തരണം. അങ്ങനെ കാലും കൈയും പിടിച്ചിട്ട് 1 ലക്ഷം രൂപ 50,000 രൂപ ഇങ്ങനെയാണ് ഇവർ തന്നത്. പറഞ്ഞാൽ മുഴുവനില്ല,
ഏകദേശം ഒരു 11 ലക്ഷം രൂപ നമുക്ക് തന്നു. ഞാൻ ചോദിച്ചത് ഇടയ്ക്ക് ചോദിച്ചത് ആ ചോദിച്ചു. ഈ ഇവിടുത്തെ പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാൻ വേണ്ടി ഞാൻ പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇൻ ബിറ്റ്വീൻ തന്നെ ഞാൻ അഡ്വക്കേറ്റ് മനോജ് നമ്മൾ നല്ലൊരു ഞാൻ പാർട്ടി ഓഫീസിൽ കൊണ്ട് പുള്ളിയുടെ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു. അന്നേരം പറഞ്ഞു അമ്മാമ്മേ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മാമ്മേ, ഞാൻ അമ്മാമ്മയെ സഹായിച്ചോളാം, അമ്മാമ്മേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി എന്നെ വിളിച്ചൊന്നുമില്ല. പാർട്ടി ഓഫീസിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അത് നമുക്കറിയത്തില്ല. അന്നേരം ഇതാണ് അറ്റ് പ്രസൻറ്റ് വരെ സംഭവിച്ചു കഴിഞ്ഞത്. പിന്നെ അനക്കമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം അത് കഴിഞ്ഞ അതുവരെ ഒരു ഇൻ ബിറ്റ്വീൻ ഉണ്ട്. 3-4 പേര് വന്നിട്ട് സർട്ടിഫിക്കറ്റിൻ്റെ പുറകെ വന്നോളൂ. അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്യുക, സ്ട്രോക്ക് വന്ന മനുഷ്യനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് തന്നു എന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് അച്ഛനോട് പറയാം ആ സർട്ടിഫിക്കറ്റ് ഇങ്ങതാ. ഇങ്ങനെ ഇതിപ്പോൾ ഇൻ ബിറ്റ്വീൻ പന്താമന മേടോ അവരുടെ ഒരു അവിടെ അങ്ങോട്ട് ജോലി ചെയ്യുന്നൊരു കൊച്ചും കൂടി ഇവിടെ വന്നു. CCTV പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇവർ വന്ന് എന്നോട് ചോദിച്ചാൽ ആ സർട്ടിഫിക്കറ്റ് ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഈ രവീന്ദ്രൻ വന്നു, ഞാൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. ഇന്നലെ പഴയ കൗൺസിലറായിരുന്ന മകേഷ് ഇവിടെ വന്നു. എന്നിട്ട് അവർ ആ പുള്ളി തിരുത്തിയാൽ കേൾക്കണോ, 30 ലക്ഷം തരാനുള്ളതിൽ ഇനി 3 ലക്ഷം കൂടെ ഉള്ളെന്നോ. അറിയാമോ, ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയത്. അത് നമ്മൾ കൊടുത്തിട്ട് നമ്മളിത് ചോദിക്കുമ്പോൾ ഇവരെ തത്തയ്യ കളിക്കുക. ഇവർ എന്നിട്ട് എപ്പം ചെന്നാലും നമ്മുടെ പൈസയ്ക്ക് ഒരു വിലയുമില്ല. അത് മോറോവർ പറയുവാണെങ്കിൽ എനിക്ക് സ്വന്തം കുട്ടികളില്ല. അന്നേരം ഞാൻ അഡോപ്റ്റ് ചെയ്തൊരു കുട്ടിയുണ്ട്, അവൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം അവളുണ്ട്. അന്നേരം ഈ ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് നമുക്ക് പൈസ വേണ്ട, അതാണ് ഇവർ പറയുന്നത്. നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ നമ്മൾ എന്തിനാ പൈസ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കുന്നത്? കഷ്ടപ്പെട്ട് നമ്മൾ പൈസ അല്ല, നമ്മൾ ഈ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ല, നമ്മുടെ നമ്മുടെ യൗവനകാലത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ല, ഇവർക്ക് തിരിച്ചു മറിക്കാനും ഇവർക്ക് കൈയിട്ട് വരാനും ഇവരുടെ റിലേഷൻ എല്ലാം കൊടുക്കാനും ഒക്കെയുള്ള പൈസയാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഈ നല്ലവരായ വ്യക്തികളോട് വഴക്കിടാനും നമുക്ക് പ്രയാസമാണ്, നമുക്ക് ചോദിക്കാനും അതിലെ ഒരു വ്യക്തിയാണ് രവീന്ദ്രൻ, രണ്ടാമത്തെ സെക്രട്ടറിയാണ് ശിവരാജൻ, മനസ്സിലായി. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് വേറെ ബോർഡ് അംഗങ്ങളുണ്ട്. ബോർഡ് അംഗങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. ഈ ദിനേശൻ, ശിവരാജൻ, രവീന്ദ്രനാഥൻ, ആ പുള്ളിക്കാരന്, ഇവരെല്ലാവരും നല്ല ടൈംസുമാണ്. എന്നാൽ നമ്മുടെ കാര്യത്തിൽ എന്നാൽ ഇടയ്ക്ക് പറയുമ്പോൾ ഞാൻ ഇത്രയും തരാം. അത് യാചകനെ പോലെ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുന്നത്, എടാ ദിനേശ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണോടാ, എനിക്ക് ഇച്ചിരി പൈസ താടാ ചോദിക്കുന്നത്. ഞാൻ അന്നേരം പറയാം, അച്ഛൻ എന്തിനാ ബെഗ് ചെയ്യുന്നത്, അച്ഛനോട് കുറേ പൈസ തരാനെന്ന്. എന്നാൽ അവർ തന്നിട്ടില്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ഈ പൈസകളെല്ലാം തിരിമറിച്ച് അന്നേരം ഞങ്ങൾ പിന്നെ കുറച്ച് നാൾ ലീവ് ഇറ്റ്, ഞങ്ങൾ ഇതിനൊന്നും പുറകെ പോകാൻ പോയില്ല. കാരണം അങ്ങ് ഫെഡപ്പായി. അങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ ഇരിക്കുന്ന ഫിസിക്കൽ ബോഡി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ തോന്നും എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന്. ഈ കണ്ണ് എൻ്റെ ഈ ശരീരത്തിൽ 16 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. സൗദി അറേബ്യ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ട് ഡെഡ് ബോഡി ജീവൻ വെച്ച് ദൈവം തന്നതാണ്. നിങ്ങൾക്കറിയാമോ? ആ ദൈവം എനിക്ക് തന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവം എനിക്ക് തന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയെ അങ്ങനെ കഷ്ടപ്പെട്ട പൈസ ചെന്ന് ചോദിക്കുമ്പോൾ ഇതിന്നെ തരാം പിന്നെ കുറേ നാൾ ഞങ്ങൾ മിണ്ടിയില്ല. അന്നേരം അച്ഛനെ അങ്ങനെ ചിലപ്പോൾ ഒന്ന് താഴേക്ക് ഒന്ന് പറഞ്ഞു വരട്ടെ, അല്ലെ നിങ്ങൾ കേക്ക് പറഞ്ഞു പോയി. അതായത് നിങ്ങൾ വന്നല്ലേ, ഞാൻ വിളിച്ചിട്ടല്ലല്ലോ, നിങ്ങൾ എന്നെ കാണാനല്ലേ വന്നേ. അന്നേരം ഈ അച്ഛൻ അവിടെ നിന്നപ്പോൾ ഈ ദിനേശൻ എന്ന് പറയുന്ന നല്ല ബെസ്റ്റ് ഫ്രണ്ട് അതുവഴി പോയപ്പം പറഞ്ഞടാ, ഞാൻ അവിടുന്ന് ഇറങ്ങി. പൊന്താമൻ്റെ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് ഉണ്ട്, MLA ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യയാണ്. നീ അവിടെ പോയി പൈസ മേടിച്ചു. കേട്ടോണം, ഇവിടെ വന്ന് ലക്ഷക്കണക്കിന് രൂപ ചെക്കും കൊടുത്ത ആൾ പറയുകയാണ് നീ വേണേൽ അവിടെ പോയി മേടിച്ചോളാനെന്ന്. അച്ഛൻ അന്നേരം ആ നമ്പർ ഏതായാലും തന്നു. അത് ദൈവത്തിൻ്റെ ഒരു വഴിയാണ്. അല്ലെ ഇവർ മിണ്ടാതിരുന്നാൽ ഞങ്ങൾ മിണ്ടത്തില്ല. ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ, ഇവിടെ ഞങ്ങൾ പോകുന്ന പ്രാർത്ഥന, ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം, പിന്നെ ഹോസ്പിറ്റലുകൾ, ഇതൊക്കെയാണ് നമ്മുടെ ഇതല്ല. നമുക്ക് വേറെ എൻ്റർടൈൻ ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഇത് വിട്ട് കളഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നമ്പർ വന്നത്. പക്ഷെ ദൈവത്തിനൊരു കാര്യമുണ്ട്, അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരെന്ന് എൻ്റെ അടുക്കൽ ഒരുവൻ ദൈവം പറയും. ആ ദൈവം ഞങ്ങൾ ഒരിക്കലും കൈവിടത്തില്ല. നല്ല വിശ്വാസമുണ്ട്. ആര് കരയുന്നോ ആര് വിശന്നോ അവരെ ഞങ്ങൾ വെറുതെ ഇവിടെ കൊടുത്തിട്ട് പറയുമല്ല. ദൈവം നിന്ന് മോൻ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ എന്നോട് അല്ലാതെ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്, അറിയാമോ. അങ്ങനെ ഞാൻ ഈ പൊന്നാമര മേഡത്തിൻ്റെ വിളിച്ച പുള്ളി പറഞ്ഞു, ഞാൻ ഈ ക്ലയൻറ്റിനെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഈ ഡിപ്പോസിറ്ററെ കണ്ടിട്ടില്ല, അതുകൊണ്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെന്നു. അദ്ദേഹം നല്ലതായിട്ട് എന്നെ സ്വീകരിച്ചു. അന്നേരം ഞാൻ ഇദ്ദേഹത്തിനടുത്ത് 30 ലക്ഷത്തിൻ്റെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കൊടുത്തു. സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു,
എനിക്ക് ഈ പൈസ ഇപ്പം തരണം, ഈ ആഴ്ച എനിക്ക് തരണം. അന്നേരം ഇതെന്തോ പറഞ്ഞു വെക്കുന്നതെന്ന് അറിയാമോ? 30 ലക്ഷം ഞങ്ങൾക്ക് തന്നു പറയുന്നതാ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ മേടിച്ചില്ല. അതിൻ്റെ 15 തന്നു, 30 തന്നു, അത് തന്നു, ഇതൊന്നു തന്നു. അന്നേരം ഈ പറയുന്നത് എന്തുവാ? ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഇവർ തന്നില്ല. അടൂർ സഹകരണ ബാങ്കിലെ വൻ തട്ടിപ്പ് പുറത്തു വന്നത് CPM നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അടൂർ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയമായി ഈ കൊള്ള മാറിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരമാണ് ബാങ്കിനെതിരെ നടക്കുന്നത്. എന്നാൽ പൊൻതാമരപ്പിള്ളയുടെ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് പാർട്ടി നേതൃത്വവും ബാങ്ക് അധികൃതരും. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് സഹകരണ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ബാങ്ക് സംബന്ധിച്ച കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു വരാനാണ് സാധ്യത. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. കൂടുതൽ നിക്ഷേപകർ മുന്നോട്ട് വരുന്നതോടെ ബാങ്കിലെ തട്ടിപ്പുകൾ മുഴുവൻ പുറത്താകുമെന്നാണ് കരുതുന്നത്.